ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിക്കാൻ തയ്യാറായത് അയോധ്യയിലെ രാജാവായിരുന്നത് കൊണ്ടാണ്. പ്രജാക്ഷേമം സംരക്ഷിച്ചേ പറ്റൂ. ഞാൻ ലക്ഷ്മണനും അല്ല, ഏട്ടൻ ഭഗവാൻ ശ്രീരാമനും അല്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ച മനുഷ്യനാ. എല്ലാം ഉപേക്ഷിച്ച് ഏട്ടന്റെ കൂടെ ഇറങ്ങി വന്നവളാ പത്നിടത്തി. കഴിഞ്ഞ 10-20 കൊല്ലമായി അവര് കരഞ്ഞു ജീവിക്കുക. ആ കണ്ണീര് കാണാതെ പോവരുതേട്ടാ. ശേഖരൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവങ്ങൾ ഉണ്ടായിരിക്കുമോ? പത്മ ഇറങ്ങിപ്പോയപ്പോ ശേഖരൻ വളരെ ചെറുപ്പമായിരുന്നു. എന്നോട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും അവനില്ലായിരുന്നു. ഇന്ന് അവനൊരു കുടുംബനാഥന്, ഒരു കുട്ടിയുടെ അച്ഛന്, കാര്യപ്രാപ്തി ഉള്ളവനാണ്. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടെങ്കിലോ? ഒരിക്കലുമില്ല. എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല. കുറ്റം ചെയ്തത് അവളാ, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കുറ്റം. പക്ഷെ എല്ലാവരുടെ മനസ്സിൽ അവളുണ്ട്. എല്ലാവരെയും സ്നേഹിച്ച് വഞ്ചിച്ച് കടന്നു കളഞ്ഞവൾ പത്മാവതി. അവൾ എന്നെ ചതിച്ചവൾ തന്നെയാ. എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ. എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ച ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്. അത് എന്റെ തീരുമാനമായിരുന്നു. ഇത്രയും മേലെ സ്നേഹം തന്നിട്ടും നിങ്ങൾ പകരം എനിക്ക് എന്താ തന്നത്? അപമാനവും കണ്ണീരും. എന്റെ ജീവിതം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ തകർത്ത് കളഞ്ഞു. മനുഷ്യനായിട്ട് ചെയ്തു വെച്ച ദ്രോഹത്തിന് ദൈവത്തിന് കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഇത് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷയാണ്. മോളെ, നിന്നെ സ്നേഹിക്കാനോ നിനക്ക് വാത്സല്യം പകരാനോ ഇതുവരെ കഴിഞ്ഞില്ല. ഈ ജീവിതം മുഴുവൻ നീ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ സത്യങ്ങൾ എന്താണെന്ന് നീ അറിയുമ്പോ